നാടെങ്ങും മധുരമൂറുന്ന മാമ്പഴക്കാലത്ത് പ്രശസ്തമായ കുറ്റ്യാട്ടൂർ മാമ്പഴ വിപണി ഇത്തവണയും സജീവമാണ്. വിപണിയിൽ തിരക്കേറുമ്പോഴും ചില പ്രതിസന്ധികൾ ഇവരെ അലട്ടുന്നുണ്ട്. കണ്ണൂരിന്റെ രുചിക്കൂട്ടത്തിൽ പ്രത്യേക സ്ഥാനമുള്ള കുറ്റ്യാട്ടൂർ മാമ്പഴങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. ഒരിക്കൽ രുചിച്ചാൽ മറക്കാനാവാത്ത കുറ്റ്യാട്ടൂർ മാമ്പഴത്തിന് നമ്പ്യാർ മാങ്ങ എന്ന പേരുമുണ്ട്. ചെക്കികുളം, വടുവൻകുളം, നായാട്ടുപാറ റോഡിൽ ഇരുവശത്തും മാവുടമകൾ തന്നെ മാമ്പഴ വിൽപ്പന നടത്തിവരികയാണ്. 20-ലധികം പേരാണ് റോഡരികിൽ വെച്ച് മാമ്പഴം വിൽപ്പന നടത്തുന്നത്. ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിനും മാങ്ങയ്ക്കു വേണ്ടി ആളുകൾ എത്താറുണ്ട്. വൈക്കോലിൽ പഴുപ്പിച്ച് ഉടമകൾ നേരിട്ട് വിൽപ്പന നടത്തുന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണവും വിൽപ്പന സജീവമാക്കാൻ ഒരു കാരണമായി. നമ്മുടെ കുറ്റ്യാട്ടൂർ മാമ്പഴം കഴിഞ്ഞ 3-4 വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മോശമില്ലാത്തൊരു വിളവാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നവംബറിൽ തന്നെ മാവ് പൂവിട്ടു. അതോടൊപ്പം തന്നെ മഴ ഇല്ല, കാലാവസ്ഥ വളരെ അനുകൂലമായിട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാമ്പഴം വളരെ ഒരേ സമയത്ത് തന്നെ പാകമാവുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് മാമ്പഴത്തിന് ക്വാളിറ്റി ഉണ്ടായി. അതോടൊപ്പം തന്നെ നമുക്ക് പറിച്ചെടുക്കാനുള്ള തൊഴിലാളികളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടത് കൊണ്ട് തന്നെ ഒരു വലിയ ശതമാനം മാമ്പഴം വീണ് നശിക്കുന്ന ഒരു നില ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൻ്റെ ഒരു ശ്രദ്ധ ഇതിനകത്ത് ഇത്തവണ കുറച്ചും കൂടി വന്നിട്ടുണ്ട്. ജൈവികമായി പഴുപ്പിക്കുന്ന നില കുറച്ച് ആളുകൾ തുടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലത് വലിയൊരു മാറ്റത്തിന് വിധേയമാകേണ്ട ഒരു സംഗതി കൂടിയാണ്. ഈ വിഷാംശമില്ലാത്ത മാമ്പഴം നമ്മുടെ വിഭവങ്ങൾ തനതായിട്ടുള്ള കുറ്റ്യാട്ടൂരിൻ്റെ വിഭവം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് കർഷകർ എടുക്കേണ്ടതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിൽ ജൈവികമായി പഴുപ്പിച്ച് കൊടുക്കുന്നൊരു നിലയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉള്ളത്. പാട്ടത്തിനെടുത്ത മാവുകളിൽ നിന്നുള്ള മാമ്പഴങ്ങൾ ശേഖരിച്ച് പഴുപ്പിച്ചാണ് വിൽപ്പന നടത്തുന്നത്. കുറ്റ്യാട്ടൂർ, ചട്ടുകപ്പാറ, മയ്യിൽ, കോവൂർ, നെല്ലിക്കപ്പാലം, പാവന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിലും പരിസരങ്ങളിലും മാമ്പഴങ്ങളുടെ ഗന്ധം നിറഞ്ഞിരിക്കുകയാണ്. വിപണി സജീവമാകുമ്പോഴും ഇവർക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട്. മുൻകാലങ്ങളെക്കാൾ ഇത്തവണ മാങ്ങ പറിക്കാൻ ആളെ കിട്ടാത്തതും പ്രതീക്ഷിക്കാതെയുള്ള മഴയും വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.